ഹലോ, ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. അത് ഈ താടിയുടെ കല്യാണത്തിന് ഒരു നേർച്ചയുണ്ട്, നോമ്പ്, മമ്മിയുടെ വക. സോറി, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. ഇത് അനിയന്റെ ഒരു പണിയാണ്. അവൻ ഈ ഹൈദരാബാദ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ പരിപാടിയാ. ഓ, ബാഹുബലി ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അതിനകത്തൊരു കാളില്ലേ, അത് ചെയ്തേക്കണതിന്റെ ടീമാ. അവസാനം ഈ പേരൊക്കെ എഴുതി കാണിക്കുന്നു. ആൻസൺ ആന്റണി. ആൻസണും അൽഫോൺസും അല്ലേ? അൽഫോൺസും ആൻസണും. മമ്മി അൽഫോൺസാമയുടെ ആളാണ്. ഞാൻ വല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ ആ പേരിട്ട് കന്യാസ്ത്രീയാക്കിയേനെ. അതിപ്പോ പള്ളിയിലച്ഛനാവാലോ. ഇത് ഞാൻ അടുത്ത മീറ്റിംഗിൽ പറയാൻ വേണ്ടിയിരിക്കുന്നു. ആക്ച്വലി ഞാൻ 7 കൊല്ലം സെമിനാരിൽ പോയതാ, പിന്നെ വിട്ടു. തമിഴ്നാട് ഗവൺമെന്റിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണല്ലേ? അതെ, അതുകൊണ്ടാണ് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്നത്. എനിക്ക് വളരെ അടുപ്പുള്ള ഡിപ്പാർട്ട്മെന്റ് ആണത്. ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരും, സ്പീഡ് കൂടിയത്. ലൈസൻസ് ഉണ്ടോ? ഞാൻ ചായ കുടിച്ചേ ഉള്ളൂ, എനിക്കൊന്നും വേണ്ട, താങ്ക്സ്. ഓക്കെ, ലൈസൻസ് ഉണ്ടോ? 2 വീലർ ആണോ കാറാണോ? 2 വീലറോ? നമ്പർ ഒന്ന് പറഞ്ഞേ. അല്ല, എനിക്ക് ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓഹോ, TN01 RT1243. ഇതുവരെ 8 ടിക്കറ്റ്, 3200 രൂപ ഫൈൻ. അതെനിപ്പോ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്? അത് ഞാനേ, ആ ഫൈൻ നിങ്ങൾക്ക് തന്നാ അത് ഓഫീസിൽ അടയ്ക്കാൻ പറ്റുമോ? ബെസ്റ്റ്. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരായിരുന്നു. മനസ്സ് വായിക്കാനൊക്കെ പറ്റുന്നുണ്ടോ കുട്ടിക്ക്? നമ്മൾ നല്ല സിങ്ക് ഉണ്ട്, ഇത് നടക്കും. അതെ, എന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ആയിട്ടില്ല. ഞാൻ ഇവിടെ ATM എടുത്തരട്ടെ? 3200 ചേഞ്ച് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കൊണ്ടുവരാം, ഞാൻ ചേഞ്ച് തരാം. അപ്പോ ഇത് കുടിച്ചിരിക്കും കേട്ടോ. ദേ പോയി ദാ വന്നു. പിന്നെ ഫൈന് കുട്ടി കൊള്ളാം. ഇത് കൊള്ളൂല. എടോ പാടോ ഇത്? മേജർ ഉണ്ണികൃഷ്ണൻ, പേരും രൂപമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഈ പട്ടി എവിടൊക്കെ കടിച്ചായിരുന്നു? ഇവിടെയും. പിന്നെ കാണിക്കണ്ട. ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? 2 എടുത്തു, ഇനിയുണ്ട്. ഈ ഇഞ്ചക്ഷൻ 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഇനി കടിച്ചാലും സോപ്പിട്ട് കഴുകിയാൽ മതി. മേജറിന്റെ ഈ പറഞ്ഞു കേട്ട പ്രശ്നം വെച്ച് നോക്കുമ്പോ മെയിൻ ഇഷ്യൂ ഈ ഒറ്റയാൻ പ്രശ്നമാണ്. മേജർ ഈ ഒറ്റയാനെ കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും അവനെ ഭയങ്കര പേടിയല്ലേ. അവനിങ്ങനെ കാടിളക്കി മതിച്ചു നടക്കും. കുറച്ച് കഴിയുമ്പോൾ അതിന് വയസ്സാവും. അപ്പൊ ഈ അർമാദിക്കലൊക്കെ അങ്ങ് കുറയും. പിന്നെ അവൻ നാട്ടിലിറങ്ങി ചില അക്രമമൊക്കെ കാണിച്ചു തുടങ്ങും. അപ്പൊ ഈ ഫോറസ്റ്റുകാർ വന്ന് മയക്കുവെടി വെച്ച് മയക്കി ലേലം വിളിച്ചു വെക്കും. പിന്നെ അവനിങ്ങനെ വല്ല പൂരത്തിനോ ഉദ്ഘാടനത്തിനൊക്കെ നെറ്റിപ്പെട്ടോ കിട്ടി അങ്ങ് നിൽക്കും. അതുകൊണ്ട് മേജർ ഇങ്ങനെ കീർത്തിയാക്കരാന്ന് പറഞ്ഞു നടന്നത് കാര്യമൊന്നുമില്ല. കൂട്ടത്തിൽ കൂടാൻ പഠിക്കണം. ക്രൗഡ് എനിക്ക് ഇഷ്ടമല്ല. അതെന്നാ? ഐ സ്റ്റിൽ ക്യാൻ ഗോ ഫോർ എ സർജിക്കൽ സ്ട്രൈക്ക്. പക്ഷെ ഒരു കല്യാണത്തിന് പോകാൻ മടിയാ. അതിന്റെ കുഴപ്പം കാണാനുണ്ട്. നമ്മുടെ നോട്ട്ബുക്ക് എന്ത്? ബ്രൗൺ പേപ്പർ കിട്ടി പോയി ലേബൽ ഒട്ടിച്ചല്ലോ, എടുക്കാൻ. ഇത് നമ്മുടെ ടാസ്ക് ബുക്കാണ്. ഇത് എപ്പോഴും കൈ കാണണേ. ഓരോ ടാസ്ക് കഴിയുമ്പോഴും നെടുങ്ങനെ ഇങ്ങനെ ഒരു വര വരയ്ക്കണം. നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്നതായിരുന്നു? ഗെറ്റ് എ പെറ്റ്. ഈ പട്ടിനെ വാങ്ങുന്നതിന് മുമ്പുള്ള താങ്കളുടെ അവസ്ഥ എന്നതായിരുന്നു? മനസമാധാനം ഉണ്ടായിരുന്നു. അത് ഈ ഇടത് വശത്ത് എഴുതുക. മനസ്സമാധാനം ഉണ്ടായിരുന്നു. വലത് വശത്ത് അതിനുശേഷമുള്ളത് എഴുതുക. 2 കടി കിട്ടി. ഇനി വരുമ്പോൾ മര്യാദക്ക് എഴുതിക്കൊണ്ട് വരണം. ഇല്ല ജിമ്മി കിടക്കുന്ന ത്രെഡ്മില്ലേക്ക് ഓടിക്കും ഞാൻ. നല്ല ഈഗോ ഉണ്ടല്ലേ? ആവശ്യത്തിന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. കുറയ്ക്കാം. തടി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഈഗോ കുറയ്ക്കാനാണോ പാട്? ഇനി ടാസ്ക് നമ്പർ 2. സേ സോറി ഡിവൈഡർ. ഒരു കൊച്ചന്റെ പല്ലടിച്ച് തെറിപ്പിച്ചില്ലായിരുന്നോ? അവനോട് ഇത് സോറി പറ. സംശയിക്കണ്ട, സോറി ഈഗോ കുറയ്ക്കാൻ ബെസ്റ്റാ. പിടിക്ക്. ഇനി പറ. സോറി. ഇനി അങ്ങനത്തെ ചീത്ത വാക്ക് നീ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ പല്ലല്ല, നിന്റെ എല്ല് ഞാൻ ഒടിക്കും. റാസ്കൽ. ഇത് സേവ് ചെയ്തോ?
ആ ഇത് നമ്മുടെ ടേസ്റ്റാ. അമ്മ ഇതുവരെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല? ഇത് അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ആ അല്ലെങ്കിലും മോളുടെ കല്യാണത്തിന് അമ്മയ്ക്ക് എന്താ കാര്യം? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മിസ് ചെയ്യൂ കേട്ടോ. നിക്കിത് ഒരു സിംഗിൾ പീസാ. ஹாய், ഹലോ. என்ன பண்ணிட்டு இருக்கீங்க? ഞങ്ങളൊരു ഡെഡ് ലൈൻ വെച്ച് പിടിക്കാൻ പോവാ. പയ്യന്മാരുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി ടോപ്പർ അങ്ങ് കിട്ടും. சூப்பர். அப்போ உடனே ஒரு தீர்மானம் கிட்டல. പിന്നെ ജാഫറിന്റെ കല്യാണം കഴിഞ്ഞോ? ஓ, நான் ஓடி போயில கல்யாணம் பண்ணேன். ഹായ്, നൈസ്. വിൻസിയുടെ ലവ് മാരേജ് അല്ലേ? ബെസ്റ്റ് ടീമുകൾ അറേഞ്ച് മാരേജ് നടത്തിക്കൊണ്ടിരിക്കണേ. ഇതെടുത്തോ. ഓ കൊള്ളാലോ. നിനക്ക് ഇതുവരെ ഒരാളെ കിട്ടിയില്ലേ? അത് കുഴപ്പമില്ലാന്നേ, നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. ഞാനേ പണ്ട് പെട്ടെന്നൊരു ദിവസം ചോക്ലേറ്റ് കഴിക്കാതിരുന്നത് ഓർമ്മയുണ്ടോ? ആ തടി കുറയ്ക്കാൻ. തടി കുറയ്ക്കാനായിരുന്നില്ല, വേറെ സ്റ്റോറി ഉണ്ട്. ആഹാ, പോരട്ടെ, ഫ്ലാഷ് ബാക്ക് പോരട്ടെ. ഒരു പ്രാവശ്യം ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് മനുഷ്യൻ വന്നു. എന്നിട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാൻ കാരണം ഇയാൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റിലാണ്. ചോക്ലേറ്റ് ഇൻട്രസ്റ്റിംഗ്. ചോക്ലേറ്റിന് എന്റെ വീക്ക്നെസ് ആണല്ലോ. ഞങ്ങൾ അത്യാവശ്യം ഫോണിൽ കൂടെ കമ്പനിയായി. മൂപ്പറുടെ മെസ്സേജ് വരുമ്പോ എനിക്ക് ലേശം സന്തോഷമൊക്കെ വരും. ഏത് ദുഷ്ടേ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ കോന്തന്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ. അത് പക്ഷെ 2 വീക്കേ പോയുള്ളൂ, പിന്നെ പൊട്ടി. എങ്ങനെ കൂട്ടി? അത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. എന്റെ കാര്യം വീട്ടിലൊക്കെ പറഞ്ഞു, അമ്മേനെ പറ്റിയും പറഞ്ഞു. മൂപ്പറുടെ അമ്മേനെ കാണിക്കാൻ എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണെടുത്ത് കൊടുത്തു. ആഹാ, കൊള്ളാലോ. പമ്മയും ഫ്ലാറ്റ്. എന്ത്? അവൻ്റെ അമ്മ പറയാ എന്നെ കാണാൻ ഒരു കളലക്ഷണം ഉണ്ടെന്ന്. എനിക്ക് ഈ ഓടിച്ചു, ഞാൻ ബ്ലോക്ക് ചെയ്തു. എടി തമാശ പറഞ്ഞല്ലേ അവൻ? ആ, ഞാനപ്പം തന്നെ വിട്ടു. ഓ, പിന്നെ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നില്ല. ഒരാഴ്ച എടുത്ത് നോർമൽ അവൻ. അയ്യോ. ഇവിടെ ചോക്ലേറ്റ് ഉണ്ടോ? അയ്യേ, ചോക്ലേറ്റ് അവിടെ നിൽക്കട്ടെ. കേട്ടിട്ട് ഇയാൾ ഓക്കെ ആണെന്നാ തോന്നുന്നത്. നമ്പർ ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ഹായ് അടിക്ക്. പിന്നല്ലേ ഇതിനൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്പറൊക്കെ ഉണ്ട്, ബട്ട് വേണ്ട. അഭിമാനം സമ്മതിക്കുന്നില്ല. പിന്നെന്തൊക്കെയുണ്ട്? സുഖം. എന്റെ ഫോൺ എവിടെ? അയ്യോ, എന്റെ ഫോണാ. ചോക്ലേറ്റിന് മെസ്സേജ് അയച്ചെന്ന് മാത്രം പറയരുത്. എന്താ അയച്ചേ? പെട്ടെന്ന് ടോപ്പിക് ഒന്നും കിട്ടാത്ത കാരണം ഞാൻ ഹാപ്പി ശ്രീകൃഷ്ണ എന്തി നിങ്ങൾ തട്ടി വിട്ടിട്ടുണ്ട്. വലിച്ചിട്ടുണ്ടോ? ആ, മെസ്സേജ് വന്നു. എന്താ റിപ്ലൈ വന്നേ? താങ്ക് യു ആൻഡ് സെയിം ടു യു. സേഫാ. ആ ജോസ് എന്താ പരാതി പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, താനെന്താ പല്ല് മാറ്റി പറിച്ചെന്നോ? ഏയ് മാറ്റി പറിച്ചൊന്നുമല്ല, കൃത്യമായിട്ട് പറിച്ചതാ. കുറെ കാലമായിട്ട് പല്ല് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കുന്നു. വീടിന്റെ പെയിന്റ് പണിയൊക്കെ എന്തായി? ഓ ഒന്നും പറയണ്ട, പള്ളി പെരുന്നാൾ നടത്തിയ പോലെ ആയിപ്പോയി. 37 ദിവസം അവര് സ്വന്തം വീട് പോലെ അവിടെ താമസിച്ചങ്ങ് പണിഞ്ഞു. എല്ലാരും പോയി കഴിഞ്ഞപ്പോ ചേട്ടൻ പറയുകയാണേ അവരെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇനി ഇത് മുതലാക്കണമെങ്കിൽ എബിയുടെ കല്യാണം നടത്തണം. അത് നോക്കി തുടങ്ങിയിരുന്നല്ലേ? നോക്കി മാട്രിമോണിയിൽ നോക്കി 2 തവണ ശരിയായി. അപ്പോഴേക്കും അവൻ യൂറോപ്പിൽ പോയി. ഇനി പോകുന്നതിന് മുമ്പ് ഒരു കുരുക്കിടണം. ഞങ്ങളുടെ ക്ലിനിക്കിലെ പുതിയ കുട്ടി നോക്കണോ? MBS കാരിയാ, വെരി പ്രിറ്റി. ആണോ? ക്രിസ്ത്യാനിയാ, പേര് അമൃത കുര്യൻ. ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ, ചിലപ്പോ പറഞ്ഞു പോരും. നോക്ക്. क्या चाहिए मैडम? ആഹാ, ഇവന്റെ തല ജനിച്ചപ്പോഴേ ഇങ്ങനെ ആയിരുന്നു. अल्लाह मैडम पैसे കൊടുത്ത് ചെയ്യിച്ചാണ്. ശരി, നിനക്കെന്താ വേണം? ലൈറ്റ് ആയിട്ട് കഴിക്കാൻ എന്തെങ്കിലും? എനിക്ക് ചായ മാത്രം മതി. ഓക്കെ, ഒരു ചായ, ഒരു ചായ, ഒരു ഹോർലിക്സ്, ഒരു ഒരു പത്ത് ദോശ. ചേട്ടാ ഒരു ചായ, ഒരു ഹോർലിക്സ്. നിനക്ക് അമ്മയെ പോലെ സുന്ദരിയായിട്ട് ഒരു MDS കാരി കെട്ടിച്ചേരട്ടെ. നടന്ന് ക്ഷീണിച്ചതല്ലേ, കുറച്ച് വെള്ളം കുടിച്ചേ. വൻ സുന്ദരിയാ. ഞാൻ അമ്മയ്ക്കൊരു മീഡിയം സുന്ദരനെ കാണിച്ച ഓർമ്മയുണ്ടോ? ചെന്നൈയിലല്ലോ. അമ്മ മാത്രമുള്ള കുട്ടി? യെസ്. നല്ല വെച്ചായിരുന്നു, പക്ഷെ നിന്നെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അവള്? എന്നാ കഴിഞ്ഞ ആഴ്ച വീണ്ടും പേസ്റ്റ് ചെയ്തു. ഇപ്പൊ അവൈലബിളാ. കലക്കി, എനിക്കിഷ്ടാ. എനിക്ക് ഭയങ്കര ക്യൂട്ടാ. എന്റെ വീട് പെയിന്റ് അടിച്ച് എന്റെ കാശ് മുതലായി. ബുക്ക് ചെയ്യുന്ന
வீட்டை நோக்கல இதுதான் நானும் கேட்டேன் பார்சல் பண்ணுங்க. பார்சல் வந்து இவன் கட்டுறது சார். சார் அவர் பிஸியா இருக்காரு சார், போன்ல பேசிட்டு இருக்காரு. நீங்க பார்சல் கொடுங்க, நானே பண்ணிக்கிறேன். பார்சல் பாரு. சரி சரி. போன தூர போடு. அந்த சட்னி பார்சல் கொடுங்க. சட்னி பார்சல் கொடுங்க. சார். ஏய் ரூசார நீயே. മലയാളം இந்த மாதிரி பண்ணிட்டு இருக்க. ചീപ്പാന്ന് വിചാരിക്കരുത്. ഇത്തിരി തിരക്കുണ്ട് അതുകൊണ്ട്. ഇത്തിരി മൂടിയില്ല. ഇല്ലടാ നീയെ. ഹലോ എന്താ ഇവിടെ ദോശ കഴിക്കാൻ വന്നാ? അല്ല ഒരു കല്യാണം കഴിക്കാൻ വന്നാ. കോമഡി കാണാം. ഷുഗർ ഉണ്ടോ? ഷുഗറേ എബിക്കോ ഫാമിലിയിലോ? ഷുഗർ വന്നാൽ ഈ പണി നിർത്തേണ്ടി വരും. ഇനിയിപ്പോ ഷുഗർ വന്നാലും സാരില്ലേ. ഞാൻ അമ്മേനൊന്ന് വിളിക്കാം. അമ്മയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ്. അണ്ണാ 2 minutes எடுத்துக்கிறேன். சாப்பிடாதீங்க. സോറി. ரெடி. ഹായ്. അമ്മ എന്തായി കാര്യങ്ങളൊക്കെ? ഹായ് ആന്റി. ഹായ് മോളെ, സുഖാണോ? ആ സുഖാണ് ആന്റി. ആന്റിക്കോ? ഓ ഗംഭീരം. എന്നെ പറ്റി ഒന്നെല്ലാം പറഞ്ഞോ? ആ കുറച്ചൊക്കെ. നല്ല ചിരിയാ മോളുടെ. എനിക്ക് ഈ പല്ല് പറിക്കണ പണിയായോണ്ടേ നല്ല ചിരിയുള്ള ആൾക്കാർ വലിയ ഇഷ്ടാ. താങ്ക്സ്. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. അവന് കോമൺ സെൻസ് കുറച്ച് കുറവാ. ഇല്ലെങ്കിൽ മറ്റേ കാര്യം പറയോ, കള്ളലക്ഷണത്തിന്റെ കാര്യം. അത് സാരില്ല ആന്റി, ചെറുപ്പല്ലേ. എനിക്കെന്തായാലും ഓക്കെയാണ്. ബാക്കിയുള്ള കാര്യം നിങ്ങൾ സംസാരിക്കേ. ബൈ ബൈ ആന്റി. അമ്മ ഓവറാക്കുന്ന അറിയായിരുന്നു. ശരി വെക്കാം. അവക്ക് ശരിക്കും ഒരു കള്ളലക്ഷണമുണ്ട്. നീ പിടിച്ചു നിന്നോണം. അമ്മ പറഞ്ഞത് ശരിയാട്ടോ. എന്ത് കള്ളലക്ഷണ? അല്ല നല്ല ശരിയാ.